ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനെതിരെ ശക്തമായ നീക്കത്തിന് താനും US സൈന്യവും തയ്യാറെടുക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 പിന്നിട്ടതോടെയാണ് ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതിനിടയിൽ ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് എലോൺ മസ്കിന്റെ സഹായം തേടുമെന്ന് ട്രംപ് പറഞ്ഞു. പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിരുന്നു. അതേസമയം ഇറാനിയൻ സുരക്ഷാ സേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റസ പഹ്ലവി രംഗത്തെത്തുകയുണ്ടായി. സുരക്ഷാ സേനയ്ക്ക് പുറമെ സർക്കാർ ജീവനക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുരക്ഷാ സേനയിലെ അംഗങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും മുന്നിൽ ഒരു വഴിയുണ്ട്. ജനങ്ങൾക്കൊപ്പം അണിനിരക്കുക, അല്ലെങ്കിൽ കൊലപാതകികളുമായി കൂട്ടുകൂടുക എന്നും റസ പല്ലവി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതേസമയം സൈനിക നടപടി ഉണ്ടായാൽ US സൈനികരെയും ഇസ്രായേലിനെയും ലക്ഷ്യം വയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ US എല്ലാ സൈനിക കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളുമായിരിക്കും ആദ്യം ആക്രമിക്കുക എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം 3ാം ആഴ്ചയിലേക്ക് കടന്നതോടെ രാജ്യത്തുടനീളം 10,600-ലധികം ആളുകളാണ് അറസ്റ്റിലായത് എന്ന് US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കൻ സൈനികർക്ക് നേരെ സിറിയയിലെ പാൽമിറയിൽ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായി IS ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ US നേതൃത്വത്തിലുള്ള സഖ്യസേന ആക്രമണം നടത്തി. ശനിയാഴ്ചയായിരുന്നു സിറിയൻ, ജോർദാൻ സൈനികർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുള്ള ആക്രമണം. പാൽമിറയിൽ കഴിഞ്ഞ മാസം 13-ന് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ ഉൾപ്പെടെ 3 US പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ലെവൻ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ IS നേതാവിനെ അറസ്റ്റ് ചെയ്തതായി സിറിയൻ അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ക്യൂബയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വളരെ വൈകുന്നതിന് മുമ്പ് US-മായി ഒരു കരാറിലെത്താൻ ക്യൂബ തയ്യാറാകണമെന്നും വർഷങ്ങളായി വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയും പണവും ഉപയോഗിച്ചാണ് ക്യൂബ നിലനിന്നിരുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വെനസ്വേലയിൽ നിന്നുള്ള പണത്തിനും എണ്ണയ്ക്കും പകരമായി 2 വെനസ്വേലൻ ഏകാധിപതികൾക്ക് ക്യൂബ സുരക്ഷാ സേവനങ്ങൾ നൽകിയിരുന്നതായും ട്രംപ് ആരോപിച്ചു. ഇനി അത്തരം പ്രവർത്തനങ്ങൾ നടക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച നടന്ന US ആക്രമണത്തിൽ വെനസ്വേലയിലെ ക്യൂബൻ സുരക്ഷാ ജീവനക്കാരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടിരുന്നു. വർഷങ്ങളായി വെനസ്വേലയെ ബന്ദികളാക്കിയിരുന്ന ഗുണ്ടകളിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നുമുള്ള സംരക്ഷണം ഇനി വെനസ്വേലയ്ക്ക് ആവശ്യമില്ല. വെനസ്വേലയെ സംരക്ഷിക്കാൻ US സൈന്യമുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ മിസിസിപ്പിയിലുള്ള ഏറ്റവും വലിയ ജൂതപ്പള്ളിയായ ബത്ത് ഇസ്രായേൽ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. സംഭവം ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഒരാളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിൽ പള്ളിയിലെ ലൈബ്രറിയും ഭരണവിഭാഗം ഓഫീസുകളും പൂർണ്ണമായും കത്തിനശിച്ചു. വിശുദ്ധ ഗ്രന്ഥങ്ങളായ 2 തോറ ചുരുളുകളും തീയിൽ കത്തിപ്പോയിട്ടുണ്ട്. എന്നാൽ പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. കനത്ത പുകയും ചാരവും നിറഞ്ഞതിനാൽ പള്ളി ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. പള്ളിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തെ ജാക്സൺ മേയർ ശക്തമായി അപലപിച്ചു. ജനങ്ങൾ വിദ്വേഷം വെടിഞ്ഞ് ഒത്തൊരുമയോടെ നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ FBI ഉൾപ്പെടെയുള്ള പ്രമുഖ ഏജൻസികൾ പോലീസിനെ സഹായിക്കുന്നുമുണ്ട്. പള്ളി പുനരുദ്ധരിക്കാൻ മറ്റ് ആരാധനാലയങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയുമായുള്ള നയതന്ത്ര പോരാട്ടത്തിൽ തങ്ങളുടെ രാജ്യം ഒരു നിർണായക നിമിഷത്തെ അഭിമുഖീകരിക്കുകയാണ് എന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാൻ സൈനിക ബലം ഉപയോഗിക്കുമെന്ന് വീണ്ടും സൂചിപ്പിച്ചതിന് ശേഷമാണ് ഫ്രെഡറിക്സന്റെ ഈ പ്രസ്താവന. ഇതൊരു നിർണായകമായ നിമിഷമാണ്. ഗ്രീൻലാൻഡിന്റെ ഭാവിയുടെ അടിയന്തര പ്രശ്നത്തിനപ്പുറത്തേക്ക് പോകുന്ന അപകട സാധ്യതകൾ ഉള്ളതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫ്രെഡറിക്സൺ പറഞ്ഞു. ആർട്ടിക് മേഖലയിൽ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഡെൻമാർക്ക് തയ്യാറാണ്. കൂടാതെ അന്താരാഷ്ട്ര നിയമത്തിലും ജനങ്ങളുടെ സ്വയം നിർണയ അവകാശത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, അവർ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി. ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള ട്രംപിന്റെ നിലപാടിനെ ഡെൻമാർക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എതിർക്കുന്നുണ്ട്. ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്നാണ് അവർ ഊന്നി പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ക്യൂബ തലകുനിക്കില്ല എന്ന് പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനൽ വ്യക്തമാക്കി. സ്വതന്ത്രവും പരമാധികാരവും ഉള്ളതുമായ രാജ്യമാണ് ക്യൂബ എന്നും എന്ത് ചെയ്യണമെന്ന് മറ്റാരും പറഞ്ഞു തരേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനായി അവസാന തുള്ളി രക്തം വരെ നൽകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെയാണ് ക്യൂബയ്ക്കെതിരെയും ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ക്യൂബയിലെ നിലവിലെ ഭരണകൂടത്തിന്റെ അന്ത്യം അടുത്തു എന്നാണ് അമേരിക്കൻ ജനപ്രതിനിധികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ക്രിമിനൽ നടപടികളാണ് അമേരിക്കയുടേത് എന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിച്ചു.
ഇന്ധന ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്യൂബയ്ക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളുമായി സഹകരിക്കാൻ അവകാശമുണ്ടെന്ന് ഭരണകൂടം വ്യക്തമാക്കി. മെക്സിക്കോയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമാണ് ക്യൂബ പ്രധാനമായും ഇന്ധനം എത്തിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാണ് ക്യൂബയുടെ തീരുമാനം.